അനുപമ, കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവം അതെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം മാറ്റിമറിച്ച ഒരു പോയിന്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പൊ പുതിയ വൈറസുകളൊക്കെ വരുന്നുണ്ട്, വീണ്ടും പേടിയൊക്കെ ആളുകളിലേക്ക് ഉണർന്നു വരുമ്പോ നമ്മളെ ഏറ്റവും ആദ്യം അത് കൊണ്ടെത്തിക്കുന്നത് കോവിഡ് മെമ്മറീസിലേക്കാണ്. കാരണം കോവിഡ് പോലെ ആവോ, വീണ്ടും വീട്ടിലിരിക്കേണ്ടി വരുമോ, ലോക്ക്ഡൌൺ ആ ടെൻഷനാണ് ഇന്ന് പല ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ കോവിഡിന് മുൻപുണ്ടായിരുന്ന നമ്മുടെ ജീവിതവും കോവിഡിന് ശേഷമുള്ള നമ്മുടെ ജീവിതവും അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നില്ലേ? യെസ്, കാര്യം കോവിഡിന്റെ സമയത്ത് ലോക്ക്ഡൌൺ ആയി വീട്ടിലിരുന്ന സമയം നമ്മളൊന്നും ലൈഫിൽ ഒരു തവണ പോലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഈ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. ഞാൻ ആ സമയത്ത് ഡിഗ്രിക്ക് പഠിക്കുക, അപ്പം ഫുള്ളി ഓൺലൈൻ ക്ലാസ്സസിലേ മാറി. അപ്പം എന്താ പറയുക, അതൊരു രസമായിരുന്നു ആക്ച്വലി. കാര്യം അത് ബങ്ക് ചെയ്യുക, അല്ലെങ്കിൽ റേഞ്ച് കിട്ടണില്ല എന്ന് പറഞ്ഞ് പറ്റിക്കുക, അതൊക്കെ ഭയങ്കര. എത്രയോ പേര് പരീക്ഷ പാസ്സായത് ഈ കോവിഡിൽ ഓൺലൈൻ ക്ലാസ് കാരണോ? അതെ, അതിനിടയ്ക്ക് ഈ മാസ്ക് ഇട്ടിട്ട് പരീക്ഷ എഴുതാൻ പോകും, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം നമുക്ക് ആ ഒരു ഫ്രീനെസ് ഫീൽ ചെയ്യില്ല പരീക്ഷ എഴുതുന്ന സമയം. നമ്മൾ കോൺഷ്യസ് ആയിരിക്കും ഈ മാസ്ക് ഇട്ട് ചൂടെടുത്ത് അങ്ങനത്തെ കുറെ. പിന്നെ ഭയങ്കരമായിട്ട് സാനിറ്റൈസ് ചെയ്ത് നമ്മൾ കുറെ സെൽഫ് ഹൈജീൻ പഠിച്ചു, എങ്ങനെ കൈ കഴുകണമെന്ന് പഠിച്ചു, മാസ്ക് സാനിറ്റൈസറിന്റെ യൂസേജ് എന്താണെന്ന് പഠിച്ചു. സാനിറ്റൈസർ എന്ന് പറയുന്ന ഒരു സാധനം അതുവരെ ഉണ്ട് എന്ന് ആളുകൾക്ക് അറിയ പോലും ഇല്ലായിരുന്നു. കൊറോണ വന്നതിന് ശേഷം അത് ഭയങ്കര പോപ്പുലറായി. അങ്ങനെ എന്താ പറയാ, ആ ഒരു സമയത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നവർക്ക് അങ്ങനത്തെ കുറെ മെമ്മറീസ് ഉണ്ട്. അതല്ലാതെ എന്താ പറയുക, സിനിമേന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി OTT പ്ലാറ്റ്ഫോംസിലേക്ക് മാറി സിനിമകൾ എന്ന് പറയുന്ന തിയേറ്റർ റിലീസുകളൊക്കെ നിർത്തിവെച്ചു. ആ സമയത്തായിരുന്നു കൊറോണ സെക്കൻഡ് വേവ് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു മറ്റേ പൊന്നിയിൻ സെൽവം സിനിമയുടെ ഷൂട്ട് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ പിന്നെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഇരുന്ന് കണ്ട, അല്ലെ മേക്കിംഗ് വീഡിയോ ഇരുന്ന് കണ്ട സമയത്ത് അതിനകത്ത് മണിരത്നം കാണിച്ചിട്ടുണ്ട്. അവർ ഈ PPE കിറ്റ് അതൊക്കെ ഇട്ടിട്ട് അവർ സിനിമ ചെയ്യുക, അവർ ഷൂട്ട് ചെയ്യുന്നു. അതിന്റെ സെറ്റ് പൊന്നിയിൻ സെൽവം കണ്ട എല്ലാവർക്കും അറിയാം, അതിന്റെ സെറ്റ് ബാഹുബലിയൊക്കെ പോലത്തെ വലിയ സെറ്റ് ഇട്ടിട്ടുള്ള ഷൂട്ടായിരുന്നു. അപ്പോൾ അവർക്ക് സിനിമയോടുള്ള അമിതമായ അഭിനിവേശം കാരണം അവര് കൊറോണ കഴിയാനൊന്നും കാത്തുന്നില്ല. ആർക്കാണ് ഉറപ്പുള്ളത്? നമ്മളെല്ലാവരും ലിവ് ഇൻ ദ മൊമെന്റ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് ബിലീവ് ചെയ്തു എന്നുള്ളതാണ് ആ ഒരു സമയത്ത്. കാര്യം ആർക്ക് എപ്പം കൊറോണ വരും, കൊറോണ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എത്ര ദൈർഘ്യത്തിൽ നമ്മൾ ജീവിച്ചിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഷുവർട്ടി ഇല്ലാതെയായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ആ ഒരു മൊമെന്റിനെ എൻജോയ് ചെയ്യാം, നമ്മുടെ ഡ്രീം എങ്ങനെയൊക്കെ നമുക്ക് ലിവ് ചെയ്ത് തീർക്കാം എന്നുള്ള കാര്യത്തിലേക്ക് ആളുകൾ മാറി, ചിന്ത അങ്ങനെ മാറി. എല്ലാവരും ഭയങ്കര എന്താ പറയാ, ഒരുപാട് സമ്പാദിച്ചു വെച്ചു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ആ ചിന്തയൊക്കെ മാറി. കാര്യം നമ്മുടെ തൊട്ടുകൂടെയുള്ള ആളുകളൊക്കെ കൊറോണ ബാധിച്ച് മരിച്ചു പോവുക, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വിറങ്ങലിച്ച ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറി. അങ്ങനെ കുറെ ഓർമ്മകൾ ഉണ്ട് എന്നുള്ളതാണ് കൊറോണ പീരീഡിൽ. ഞാൻ കോവിഡ് തുടങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഡിഗ്രി കഴിയാൻ ഫൈനൽ ഇയർ ആണ് എൻ്റെ ഡിഗ്രിയിലെ. സോ നമ്മൾ കോൺവക്കേഷനൊക്കെ സ്വപ്നം കണ്ട് ഫൈനൽ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിലേക്ക് മറ്റേ മോദിജി ഒരു ദിവസം ലോക്ക്ഡൌൺ, ഒരു സൺഡേ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് ഇരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോയി, ഹോസ്റ്റലുകൾ ക്ലോസ് ചെയ്തു, ഒരു ദിവസത്തെ ലോക്ക്ഡൌണിന് പോയതാണ്. പിന്നെ തിരിച്ച് കോളേജിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ഒരു ഫംഗ്ഷന് പോയതാണ് കോളേജിലേക്ക്. കാരണം ഓൺലൈൻ കോൺവക്കേഷൻ അറ്റൻഡ് ചെയ്ത ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാൻ. കാരണം എക്സാംസ് ഉണ്ടായില്ല, അത് പ്രൊജക്ട്സ് ആയിട്ട് മാറി. പിന്നീട് എന്താ പറയാ, ഈ കോൺവക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഓൺലൈനിലായി, സർട്ടിഫിക്കറ്റ് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായി. പക്ഷെ ഞാൻ അതിന്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോവിഡിന് മുൻപുണ്ടായിരുന്ന ലൈഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമ്മള് സേവിങ്സ്, അല്ലെങ്കിൽ ജീവിതം ഇനി അടുത്ത വർഷം എന്ത് ചെയ്യണം, അതിന് അങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്ന കാലങ്ങളാണ്. ആ ചിന്തകൾക്ക് ഒരു ആദ്യത്തെ സ്റ്റോപ്പ് വന്നത് 2018 പ്രളയത്തിലാണ്. അത് പ്രളയം വന്ന് ഒരു ഭാഗം ഇല്ലാണ്ടാവും എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മൾ എത്തി. മുല്ലപ്പെരിയാർ അടക്കം പൊട്ടും എന്നുള്ള തോന്നൽ, ഒരുപാട് പേർ മരിച്ചുപോയി, കേരളം ഇനി രക്ഷപ്പെടുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു തോട്ടിൽ നമ്മളെത്തി. ആ ഒരു സമയം നമ്മൾ അതിജീവിച്ചു. പക്ഷെ അപ്പം മുതൽ നമ്മുടെ ഉള്ളിൽ ഒരു തോട്ട് വരാൻ തുടങ്ങി, ഇനി അടുത്ത വർഷം ഇത് ഉണ്ടാവുമോ. ആ ടെൻഷനിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് 2019 അവസാനം കോവിഡ് വരുന്നത്. പിന്നീട് ഒരു 2 വർഷത്തോളം കാലം നമ്മൾ അതിന്റെ ഒരു ഓട്ടത്തിലായി. 2 വർഷം 1 വർഷത്തോളം കാലം കോവിഡിന്റെ ടെൻഷനിലായിരുന്നു നമ്മൾ പലരും. അപ്പോ വീണ്ടും നമ്മൾ എന്തായി, ലൈഫ് നമ്മളതിനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, അത് എക്സ്പ്ലോർ ചെയ്യുക തന്നെ വേണം. എനിക്ക് തോന്നുന്നു കോവിഡിന്റെ ലോക്ക്ഡൌൺസ് ഒക്കെ എടുത്തു മാറ്റി ഈ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ തുടങ്ങിയ സമയത്ത് എന്ത് തിരക്കായിരുന്നു അറിയോ. ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട് ആ സമയത്ത്. അന്ന് ഞാൻ കൈരളിയിൽ വർക്ക് ചെയ്യുക. അപ്പൊ ആ സമയത്ത് ഒരുപാട് വാർത്തകൾ, ആളുകളൊക്കെ എൻജോയ് ചെയ്യണം. അടുത്ത ദുരന്തം വരുന്നതിന് മുൻപ് ഞാൻ ഈ ലൈഫ് എൻജോയ് ചെയ്യണം
എന്ന് ആളുകളൊക്കെ തീരുമാനിച്ചു. അത് പ്രായഭേദമന്യേ. പണ്ടൊക്കെ ഓണത്തിനൊക്കെ ടൂർ പോയിരുന്നത് എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് ഒക്കെയാണ് വലിയ കാര്യങ്ങൾ. പക്ഷെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഓണത്തിന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു 4 കൂട്ടം ട്രിപ്പ് പോയിട്ടുണ്ട്. അതിൽ എല്ലാ വയസ്സുള്ളവരും ഉണ്ട്. എല്ലാവരോടും ചോദിക്കുമ്പോൾ ഇപ്പൊ പറയാൻ ഒരു മറുപടിയുള്ളൂ, അടുത്ത കോവിഡോ പ്രളയമോ ഒക്കെ വരുന്നതിന്റെ മുൻപ് കാണാൻ പറ്റുന്നത് കാണുക, അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്നത് ആസ്വദിക്കുക. ഇനി അതിനെ സേവ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇന്ന് നമ്മുടെ ജീവിത സിറ്റുവേഷൻ അങ്ങനത്തെയാണ്. കാരണം ഇപ്പൊ കോവിഡ് വന്ന് നമ്മളെ പേടിപ്പിച്ചു, പ്രളയം, 2 പ്രളയങ്ങൾ നമ്മൾ നേരിട്ടു, വയനാട്ടിലുണ്ടായ ദുരന്തം. സോ ഓരോ വർഷം കൂടുന്തോറും കോംപ്ലിക്കേഷൻസ് കൂടുന്നുണ്ട് നമ്മുടെ ലൈഫിന്. സോ അതുകൊണ്ട് പണ്ടത്തെ ആളുകൾ അടുത്ത 40 വർഷം എന്ത് ചെയ്യുമെന്നാണ് ആലോചിച്ചിരുന്നത്. അവര് ലൈഫ് എക്സ്പെക്ടൻസി ആയി വെച്ചിരുന്ന ഒരു 70ഉം 80ഉം ആണെങ്കിൽ ഇന്നത്തെ ആളുകൾ വെക്കുന്നത് ഒരു 50ഉം 60ഉം ഒക്കെയാണ്. അതും വളരെ മാക്സിമം ആയിട്ടാണ് വെക്കുന്നത്. സോ അതിനു മുൻപിൽ തങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ആ ഒരു മൊമെന്റിൽ ജീവിക്കുക എന്നുള്ള ലൈഫിന്റെ ഒരു നോക്കിക്കാണുന്ന ഒരു രീതി മാറി. ടെക്നിക്കലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അനുപമ പറഞ്ഞതുപോലെ ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും ഒന്ന് നമ്മുടെ നോർമൽ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ മാത്രമല്ല, ഡാൻസ് ക്ലാസ്, മ്യൂസിക്കൽ ക്ലാസ്, അങ്ങനെ എല്ലാ ക്ലാസ്സുകളും ഓൺലൈനിലേക്ക് മാറി. യോഗ, എല്ലാതും. നമ്മൾ ഒരിക്കലും ഓൺലൈനിൽ ഡാൻസ് പഠിക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഡാൻസ് ക്ലാസ്സുകൾ കൂടുതലും ഓൺലൈനിലാണ്. ഓൺലൈൻ ജിമ്മുകൾ എല്ലാം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു കംപ്ലീറ്റ് സ്വിച്ച് അത് നടന്നത് ഈ കോവിഡിന്റെ ഒരു കഴിഞ്ഞതിന് ശേഷമാണ്. ഇന്നും ഇപ്പൊ ഒരുപാട് സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. എന്ന് വെച്ചാൽ നോർമൽ ക്ലാസ്സുകൾ, ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ പോലെ ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തു പോകുന്ന സ്കൂളുകളുണ്ട്. വർക്ക് ഫ്രം ഹോം വളരെ വ്യാപകമായി മാറി. കാരണം പണ്ട് വർക്ക് ഫ്രം ഹോമിനെ കുറിച്ച് ഇപ്പൊ എഡിറ്റേഴ്സിനൊക്കെ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറയുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടാണ് പല കമ്പനികളും കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ് ഏറ്റവും എളുപ്പവും അവർക്ക് ഏറ്റവും എക്കോണമിക്കലി ബെറ്റർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഹൈബ്രിഡ് സിസ്റ്റങ്ങൾ വളരെ വ്യാപകമായി. അങ്ങനെ ഒരു വർക്ക് പാറ്റേണിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കോവിഡിന് സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊറോണ സമയത്ത് ഒരു ഫൺ സൈഡ് എന്ന് വേണം നമുക്കതിന് പറയാം. അതായത് കുറെ പേര് വീട്ടമ്മമാരൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുവാണല്ലോ. വീട്ടമ്മമാരല്ലെങ്കിലും വീട്ടിൽ തന്നെയാണ്, അവർ പുറത്തേക്ക് പോകുന്നത് കുറവാ. അപ്പം പക്ഷെ അവര് ഫാമിലി മൊത്തം അവരുടെ കൂടെ ഉണ്ട്. അതായത് ഫാമിലി ടൈം അവർക്ക് നന്നായിട്ട് ലഭിച്ചു. ആ സമയത്ത് അവർ പുതിയ ഓരോ ഇൻവെൻഷൻസ് ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ യങ്സ്റ്റേഴ്സ് അടക്കം ബക്കറ്റ് ചിക്കൻ ഒക്കെ വന്നത് ആ സമയത്തായിരുന്നു. അതെ, ഫുഡ് കുറെ എക്സ്പ്ലോർ. നമുക്ക് എനിക്ക് തോന്നുന്നു പ്ലാവിന്റെ ഇല കൊണ്ട് വരെ ചക്ക ചമ്മന്തി, ചക്കക്കൂട്ടൻ, ചക്കക്കുരു വെച്ച് ഷെയ്ക്ക് ഉണ്ടാക്കിയതൊക്കെ ആ സമയത്തായിരുന്നു. അതെ, അത് വലിയൊരു പോയിന്റ് ആയിട്ട്. പിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ജനിച്ചത് കോവിഡിലാണ് അല്ലെ. എത്ര ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ പ്രമുഖരായി കാണുന്ന, വളരെയധികം വൈറലാവുന്ന അല്ലെങ്കിൽ വളരെയധികം റവന്യൂ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ ഒരു ബിഗിനിങ് സ്റ്റേജ് ഈ കോവിഡ് കാലഘട്ടമാണ്. കാരണം കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, വീട്ടിലിരിക്കുക, ഫോൺ, ഗെയിമിംഗ് ഒക്കെ, സ്ട്രീമിംഗ് പരിപാടിയൊക്കെ ആ സമയത്ത് ഭയങ്കര പോപ്പുലർ ആയെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ കോൾ, ഈ ഗൂഗിൾ മീറ്റ്, അതിനൊക്കെ ഒരു പോപ്പുലാരിറ്റി കിട്ടിയത് കോവിഡിന് ശേഷമാണ്. ഇപ്പൊ ഒരുപാട് മീറ്റിങ്ങുകൾ നടക്കുന്നത് ഗൂഗിൾ മീറ്റിലൊക്കെയാണ്. പണ്ട് കാലത്ത് സൂം എന്ന് പറയുന്ന ഒരു ഓപ്ഷനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ മാറി, സ്കൈപ്പ് മാറി, ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ വാട്സപ്പിന്റെ ഗ്രൂപ്പുകളുടെ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, വീഡിയോ കോളിൽ വരാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അങ്ങനെ ഒരുപാട് അപ്ഡേറ്റുകൾ കോവിഡിന് ശേഷം നമുക്ക് വരികയുണ്ടായി. അങ്ങനെ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടമ്മമാർക്ക് വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലെ ജോലികൾ മാത്രം, അവര് എന്താ പറയാ, അവർക്ക് ഒരു സോഷ്യൽ ലൈഫ് ഇല്ല എന്നുള്ള സാധനമൊക്കെ മാറി. കാര്യം എല്ലാവരും അവനവന്റെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് ഒരു ബ്ലോഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുക്കിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. അവരെ കൊണ്ട് എന്താണോ പറ്റുക അവരതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് ഭയങ്കരമായിട്ട് പ്രേക്ഷക ശ്രദ്ധ ലഭിക്കുന്നത്. അത്ര പേരാന്ന് പറയും ക്ലിക്കായി മാറിയത്. അവര് ചെറിയ ചെറിയ സാധനങ്ങളിൽ തുടങ്ങിയിട്ട് ഇപ്പൊ അവരൊരു ബ്രാൻഡായി മാറി, അല്ലെങ്കിൽ അവരെ 4 ആൾ അറിയുന്ന ലെവലിലേക്ക് അവരെത്തി. പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ ഫോൺ കൊടുക്കാൻ പണ്ട് പേടിയായിരുന്നു, അല്ലെങ്കിൽ ഫോൺ നോക്കാതെ പോയി പഠിക്കുക എന്ന് പറഞ്ഞിരുന്ന അച്ഛനമ്മമാർ എന്താ നോക്കിയിരിക്കുന്ന, ഫോൺ നോക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. നമ്മൾ ഒരുപാട് ട്രോളുകളിൽ കാണുന്ന ഒരു പോയിന്റ് ആണത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കോവിഡിന്റെ എനിക്ക് തോന്നുന്നു നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നല്ല മാറ്റങ്ങളായി കാണാം നമുക്കതിനെ. പക്ഷെ ആരോഗ്യപരമായി കുറച്ച് സൈഡ് എഫക്ട്സ് എല്ലാവർക്കും വരുന്നുണ്ടെങ്കിലും പക്ഷെ ഒരുപാട് നല്ല മാറ്റങ്ങളുള്ള ഒരു സമയത്തിലൂടെയാണ് ഇപ്പൊ പോകുന്നത് എന്ന് തോന്നുന്നു.